രാവിലെ ഒരു 3:40 ഇന്നലെ എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞേ എനിക്ക് ഭയങ്കര നെയ്ച്ചോറും ബീഫ് കറിയും കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആശ വന്നിട്ട് ഞാനോട് വെച്ച് എവിടുന്ന് കിട്ടാം. അപ്പോൾ എൻ്റെ ഈ പരിസരത്ത് ഞാൻ ഇഷ്ടം പറഞ്ഞ് ഇപ്പം നോമ്പ് കഴിയാതെ ഇല്ല എന്ന് പറഞ്ഞു. നോമ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബീഫും നെയ്ച്ചോറും. അപ്പോൾ ഓന് പറഞ്ഞ് നീ റൂമിൽ നമുക്ക് സെറ്റാക്കാം. പക്ഷേ ഇന്നലെ എനിക്ക് റൂമിൽ പോകാൻ പറ്റും. പക്ഷേ രാത്രി വിളിച്ച് പറയുന്നതിനോട് എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ബീഫ് കറി മേൻ തരാതെ. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ എന്ത് വരുന്നുണ്ട്, രാവിലെ എന്ന് പറഞ്ഞാൽ അത്താഴത്തിനാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. അത് കഴിക്കാം. ഒരു അടിപൊളി സ്പോട്ട് ദോഹ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെങ്ങായിമാർ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആക്കാം. അപ്പോൾ ഇങ്ങനത്തെ ചെങ്ങായിമാർ പോയിട്ട് നോക്കാം, വരുന്നുണ്ട്. ഓക്കെ, വർക്കില്ലേ എന്ത് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ചങ്ങായിമാർ. ബ്ലാക്ക് ടീഷർട്ട് ഇതാ. ഓനിക്കാണ് ഉറക്കം വരാത്തത്. അതായത് ഞാൻ ആഗ്രഹം പറഞ്ഞ നെയ്ച്ചോറ് കിട്ടാത്തതുകൊണ്ട് ഓനിക്ക് ഉറക്കം വരുന്നത്. ഇങ്ങനത്തെ ചങ്ങായി ഇട കിട്ടും മാഷാ അല്ലാ. അപ്പോൾ കൂടെയുള്ളതാണ് നമ്മൾ ഗഫൂർ ഭായ് ചെറിയ ആളൊന്നുമല്ല മാഷാ അല്ലാ. അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് ഖത്തറിനെ നമ്മളെല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഖത്തറിൽ മിലിറ്ററി സേവനം ചെയ്യുന്ന ഒരാളാണ്. അതായത് ഈ രാജ്യം കാക്കാൻ വേണ്ടി ഒരു ബടൻ എന്ന് പറയാം. മാഷാ അല്ലാ. നല്ല നെയ്ച്ചോറും പോത്തിറച്ചി കറിയും നല്ല നാടൻ അച്ചാർ, അതായത് മാങ്ങൻ്റെ അച്ചാറും കോഴിക്കറി. മാഷാ അല്ലാ. ബയറെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഖത്തറിലെ ദോഹയിലെങ്കിൽ ഈ ഹോട്ടലിൽ പോയിക്കാം. ഇത് തീർന്ന ബജറിൽ ഞാൻ പറയുമ്പോൾ എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം വരുന്നത്. നല്ല നാടൻ ചായയും കുടിച്ച്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ചങ്ങായിമാർക്കുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ. അങ്ങനെ ലാസ്റ്റ് ഓർ നമ്മളെ കൊണ്ടാക്കിയിട്ട് ഓർ പോയി. മാഷാ അല്ലാ. അസ്സലാമലൈക്കും.